ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മൾ കളിക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ സ്കൂൾ ബോയ് റണ്ണവേ എന്നൊക്കെയാണ്. നമ്മളിന്ന് ഗൈസ് നമ്മുടെ സ്കൂൾ ബോയ് റണ്ണവേയിൽ ഞാനൊക്കെ ഗൈസ് ഇന്നെന്തായാലും ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ ഈ ഒരു ഏതാണ് ഗെയിമിൽ കണക്ക് ഇപ്പോൾ എന്തായാലും 2 എസ്കേപ്പ് കണക്കാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിൽ ഒരു എസ്കേപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ഗേറ്റ് എസ്കേപ്പ് കാരണം. ഓക്കെ, ഇനി ഉള്ളതെന്ന് വെച്ചാൽ ഗൈസ് റൂഫ് ടോപ്പ് എസ്കേപ്പ് എന്ന സംഭവമാണ്. നമ്മളാണ് ഇന്നലെയാണെങ്കിൽ ഏതാണ് ഏണിയിലാണെങ്കിൽ കുറേ പലകയൊക്കെ വെച്ച് സംഭവങ്ങൾ ചെയ്തില്ല. അതാണ് കേസ് ആ ഒരു എസ്കേപ്പ് എന്ന് പറഞ്ഞത്. റൂഫ് ടോപ്പ് എസ്കേപ്പും കൂടെ ഏതായാലും ഉണ്ട് കേസ്. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കേസ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഗെയിം ഇന്നെന്തായാലും ഇതും കൂടെ എന്തായാലും കംപ്ലീറ്റ് ആക്കി ഈ ഗെയിം ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്ട് 2 ആക്ട് 3 ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇൻട്രോയെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ കൂട്ടുകാരന് കണക്ക് അവിടെ നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് കളിക്കാൻ പോകണം. ഓക്കെ, നമുക്ക് പഠിക്കാനൊന്നും വയ്യ കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ഇല്ലേ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവണം കേസ്. ഓക്കെ, റൂഫ് ടോപ്പ് എസ്കേപ്പ് ആണ് തുടങ്ങിയില്ല, അപ്പം തന്നെ കേസ് ആഡാണ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ. ഓക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കേസ് എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവണം കേസ്. എനിക്കാണെങ്കിൽ ഏതാണ് ഹോംവർക്കോ അതേപോലെ പഠിക്കാനൊന്നിനും വയ്യ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അവിടെ PC നമുക്ക് എന്തായാലും ഒന്ന് ഓണാക്കിയിട്ടിരിക്കാം കേസ്. ഓക്കെ, നമുക്ക് നല്ല PC അവിടെ കിടക്കട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് നല്ല എല്ലാം എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം കേസ്. ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് നല്ല ഇപ്രാവശ്യം എന്തായാലും പല കഷ്ണവും പിന്നെ ഒരു ഏതാണ് ഇൻസെക്റ്റ് സ്പ്രേ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് മാത്രം മതി കേസ്. ഓക്കെ, വേറെ ഒന്നും തന്നെ നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും അരിച്ച് പറക്കാം കേസ്. ഓക്കെ, നമ്മുടെ ഏതാണ് ഡാഡി ഒക്കെ നമ്മുടെ ഡാഡി കൂളിങ് ആകാൻ കേസ് അവിടെ ഐസ് ഹോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ കേസ്, ചാർജർ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, എന്നാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്രസ്സൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇവിടെ ഡ്രസ്സൊക്കെയാണ്. ഓക്കെ, ഇവിടെ വലിയ കാര്യമായിട്ട് എടുക്കാനായിട്ടൊന്നും തന്നെ ഇല്ല കേസ്. ഓക്കെ, നമുക്കിനി എന്തായാലും ഈ ഒരു ഏരിയയൊക്കെ ഫുള്ളായിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട് കേസ്. ഇനി ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. നമ്മുടെ ക്യൂബ് ഉണ്ടോ, ഈ ക്യൂബ് നമുക്ക് എന്തായാലും നമ്മുടെ ഏതാണ് മമ്മിയുടെ ഡാഡിയുടെ റൂമിനുള്ള അവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ നമുക്കപ്പോൾ എന്തായാലും നേരെ ഫസ്റ്റ് എന്തായാലും നമ്മുടെ ഏതാണ് ഡാഡി കൂളിൻ്റെ റൂമിലോട്ട് പോകാൻ കേസ്. ഓക്കെ, നമ്മുടെ ഡാഡിയുടെ ഒരു റൂമിലോട്ട് എന്തായാലും പോവാം. ഓക്കെ, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും പതുക്കെ പോവാം കേസ്. ഓക്കെ, ആരും അറിയാൻ പാടില്ല. ഓക്കെ, സൗണ്ടൊന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് പാടില്ല, പിടിച്ചാൽ തീർന്നു കേസ്. ഓക്കെ നമ്മളങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു പിന്ന് പോലത്തെ ഒരു സാധനം ഇരിക്കും കേസ്. അതിങ്ങനെ എടുത്തിട്ട് എന്നാണ്ട് ഈ സാധനത്തിൽ ഇങ്ങനെ വയ്ക്കണം കേസ്. ഓക്കെ, ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് വേണം ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തുറക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തൊന്നും ഒന്നും കിട്ടില്ല നമുക്ക് ഒരിക്കലും. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിലും ഒന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഈ കസേരയൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മണ്ടക്കായിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിപ്പുണ്ടാവും, അത് നൈസാണ് എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മളിപ്പോൾ ഓൾറെഡി 7 കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറേ കൂടെ കളക്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ലോക്കർ നമുക്ക് നല്ല തുറക്കാനായിട്ടുണ്ട് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും നടുക്കിൽ ഗ്രീനാണ് പറഞ്ഞത്, അപ്പോൾ നടുക്കിൽ ഗ്രീൻ പറഞ്ഞതാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കാനായിട്ടൊക്കെ. നമുക്ക് ഇവിടെയൊക്കെ ഫുള്ളായിട്ടൊന്ന് സെർച്ച് ചെയ്യാം, ഇതെന്തെങ്കിലും കിട്ടുമോ. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്കിനി ഈ ഒരു ഏരിയകളൊക്കെ നോക്കാം. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഈ ഒരു ചാർജറില്ല, അതെന്തായാലും നൈസായിട്ട് എന്തായാലും കണക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ആവശ്യം വന്നാലോ. ഓക്കെ, പക്ഷെ നമുക്കെന്തായാലും കേസ് ഇപ്രാവശ്യം ഇതിൻ്റെ ആവശ്യം വരില്ലെന്ന് തോന്നണം. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ വെച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ, കാരണം ചാർജ് ആവട്ടെ. അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുക്കാനായിട്ടൊന്നും തന്നെ ഇല്ല, ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഓക്കെ, ഇവിടെ പിന്നെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് പിന്നെ ഇവിടെ ഒരു വേസ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു കീ കാണും. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു കീ കൊണ്ട് വേസ് അവിടെ വയ്ക്കാം. ഇതും പിന്നെ കീ ഇവിടെ, അയ്യോ കീ വീണില്ലേ? ഇല്ല ഗൈസ്, കീ വീണില്ല. പൂ അങ്ങോട്ട് തിരിച്ചൊക്കെ വെച്ചു. ഓക്കെ, കീ അവിടെ ഇപ്പോൾ ഉണ്ട്, കീ എടുത്തിട്ടുണ്ടോ. ഓക്കെ, ഇനി എല്ലാ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാകുന്നൊക്കെ. ഡാഡിയുടെ ഫോണൊക്കെ ഇരിപ്പുണ്ട്, ടൈമൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണാണെങ്കിൽ സെർച്ച് ചെയ്യേണ്ടതാണ്, അതേപോലെ നമുക്ക് ഇവിടെയും കൂടെ സെർച്ച് ചെയ്യണം. ഓക്കെ, നമുക്കെന്തായാലും ഇല്ലേ നമ്മുടെ ഏതാണ് ഡാഡിക്ക് ഞങ്ങൾക്ക് ഒരു ഫേക്ക് മെസ്സേജ് ഞങ്ങൾക്ക് നൈസായിട്ട് കഴിക്കാം കേസ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ പാസ്വേഡ് കണക്ക് ഞങ്ങൾ അടിക്കാം. നമ്മുടെ പാസ്വേഡൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ്രൂ 2002. ഓക്കെ, അതാണ് നമ്മുടെ ഇതിൻ്റെ പാസ്വേഡ് പറയുന്നത്. ഓക്കെ 2002 എന്ന് വെച്ചാൽ കേസ് നമ്മുടെ ഇവിടെ ഒരു ഫോട്ടോ ഇരിപ്പില്ല, ഞാൻ കാണിച്ചു തരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ആയിട്ട് ഉണ്ടാവും ഒരു
ഫോട്ടോ എഴുതുന്നുണ്ട്. ഈ ഫോട്ടോയുടെ ബാക്കിലായിട്ടുണ്ട് 2010 അതേപോലെ തന്നെ 8 വയസ്സെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനെ കുറച്ചാൽ നമുക്ക് എന്തായാലും 2002 കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് എന്നിട്ട് നമ്മുടെ ഏതാണ് PC നൈസർ ഓണാക്കാം. ഓക്കെ, ഡാഡിക്ക് ഒരു ഫേക്ക് മെസ്സേജ് ഇടാം. ഓക്കെ, എന്തായാലും നമ്മുടെ മെയിൽ എടുക്കാം ഡാഡ്. ഓക്കെ, നമ്മളങ്ങനെ ഒരു ഫേക്ക് മെസ്സേജ് കണക്ക് നമ്മളെന്തായാലും അയച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും ആ ഒരു കിച്ചൺ ഏരിയ മൊത്തത്തിൽ നമുക്ക് എന്തായാലും സെർച്ച് ചെയ്യാം. ഓക്കെ, എൻ്റെ പൊന്നെ ഡാഡി കണക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്, ഭാഗ്യം കണ്ടില്ല. ഓക്കെ, നമുക്കെന്തായാലും ഇത് കണക്ക് ഫുള്ളായിട്ട് തുറക്കുക. എന്നിട്ട് ഹാമർ ഇത് നമുക്ക് വേണം ഗൈസ്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനങ്ങളാണ്. ഓക്കെ, നമുക്ക് ഈ ഏരിയയിലൊക്കെ പോകും. ഫുള്ള് ഡ്രസ്സൊക്കെ തന്നെയാണ് കൊണ്ട് വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഫേക്ക് മെസ്സേജ് കൂടെ അയക്കേണ്ടി വരും ഗൈസ്, അല്ലാതെ നടക്കത്തില്ല. ഓക്കെ, ഡാഡി വരാൻ ടൈം ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നിന്ന് പോവാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇല്ലേ ഒരു മെസ്സേജ് കൂടെ നൈസായിട്ട് അയക്കാം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ എന്നാൽ നമുക്കെന്തായാലും TV-യുടെ ഒരു ഫ്രണ്ട് ഏരിയ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഒരു മെസ്സേജ് കൂടെ നൈസായിട്ട് അയക്കാം. പിന്നെ ആഡ് ഗൈസ്. ഓക്കെ, ഈ ആഡ് ഇച്ചിരി സീനാണ്. ഓക്കെ, എന്നിട്ട് നമുക്കെന്തായാലും കിച്ചണിൽ പോകാം ഗൈസ്. ഓക്കെ, എന്തായാലും PC കയറിയിട്ട് നമുക്കെന്തായാലും ഡാഡിന് ഒരു ഫേക്ക് മെസ്സേജ് കൂടെ അയക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് സ്ലീപ്പ് മോഡ് ഇടാം. ഓക്കെ, ഡാഡി പോയെന്ന് വിചാരിക്കുന്നു. എൻ്റെ പൊന്നെ ജസ്റ്റ് യൂസായിട്ട് ഡാഡി കണ്ടില്ല. ഓക്കെ, ലൈറ്റ് ഈ ഏരിയയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് സെർച്ച് ചെയ്തതാണ്. ഓക്കെ, ഫോട്ടോ എടുക്കും. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ നമ്മുടെ ചെവിയിലൊക്കെ കയറി പിടിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചേക്കണം. ഓക്കെ, നമ്മുടെ ഡാഡിക്കും മമ്മിക്കും കാര്യമായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നമുക്ക് ഈ ഏരിയ ഫുള്ളായിട്ടും സെർച്ച് ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, ഒരു കീ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ കീ നമുക്ക് വേണം. നമുക്ക് ഇവിടെ ഒന്നും തന്നെ ഇല്ല. നമുക്ക് പോവാം ഗൈസ്, അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, ഡോർ അടയ്ക്കാം. ഓക്കെ, നമുക്ക് ഈ ഏരിയ ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. എന്താണ് ബുക്കാ? ഓക്കെ, നമുക്ക് ഇവിടുന്ന് കാർ കീ ഇടണം. അപ്പോൾ കാർ തുറക്കണം. വേറെ വല്ലതും ഉണ്ട്. ഇവിടുന്ന് കാർ കീ ഇടലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നാണ് കാർ കീ കിട്ടിയത്. ഓക്കെ, കാർ കീ ഇട്ടണമെങ്കിൽ നമ്മളൊരു റീസൺ ഉണ്ടാക്കണം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് പണി പാടും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളെന്തായാലും നമ്മുടെ അമ്മയല്ലേ, അമ്മയെ നമുക്ക് വെളിയിലോട്ട് ഇടാം. ഓക്കെ, അമ്മച്ചിയെ നമുക്ക് വെളിയിലോട്ട് ഇടാം. എന്നിട്ട് നമ്മുടെ ആ ഒരു ചിമ്മിനി നമ്മൾ ഓഫ് ചെയ്യണം. ഓക്കെ, ഓഫ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഒരിക്കൽ കൂടെ ഓണാക്കണം ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ കിച്ചൺ മൊത്തത്തിൽ സ്മോക്കിലാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി ആര് അമ്മച്ചി കണക്ക് ഇവിടെ ഓൾറെഡി തുറന്നിട്ടുണ്ടാ? എന്നാൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണ? ഇവിടെ ഓൾറെഡി തുറന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, നമുക്കെന്തായാലും നേരെ പോകാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഡാഡി കണക്ക് എന്തായാലും ഫ്രണ്ടിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ പണി കിട്ടും ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും പതുക്കെ എന്തായാലും നടന്നെന്തായാലും പോവാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് കാറിങ്ങനെ തുറക്കാം. നമ്മുടെ മമ്മി അങ്ങനെ ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ പണിപ്പാടി. മമ്മി പോയാ? ഓക്കെ ഗൈസ്, മമ്മി എന്തായാലും പോയിട്ടുണ്ടായിരുന്നു. നമുക്കെന്തായാലും കാർ കീ കണക്ക് നൈസായിട്ട് തുറക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഒരു പല കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഇതല്ല വേറൊന്നും തന്നെ കിട്ടിയിട്ടില്ലല്ലോ. ഓക്കെ, നമുക്ക് നല്ല കാർ അടയ്ക്കാം. ഓക്കെ, നമുക്കൊരു പല കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, പല കഷ്ണം കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ റൂമുകളൊക്കെയാണ്. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഈ മെയിൻ ഡോർ തുറക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ഗൈസ് നമുക്ക് എന്തായാലും സ്ക്രൂ ഡ്രൈവർ കണക്ക് വേണം കേട്ടാ. നമ്മുടെ പട്ടിയുടെ അടുത്ത് എന്തായാലും അത് കിടക്കുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു പല കഷ്ണം എന്തായാലും വയ്ക്കാം. നമ്മൾ ഓൾറെഡി ഒരെണ്ണം വെച്ച് കഴിഞ്ഞു. ഓക്കെ, അതിവിടെ വയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. അത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആണി വേണം. അതുപോലെ തന്നെ വേറെ കുറച്ച് സ്ഥലമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, എന്തോ ഒരു സാധനം എന്തായാലും ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് സാധനം എടുക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഓസില്ല, നമ്മുടെ ഈ ചെടിക്ക് വെള്ളം ഒഴിഞ്ഞ ഈ ഒരു ഓസ്, ഈ ഒരു ഹോസുകളൊക്കെ എടുത്തിട്ട് നേരെ ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ ഈ ഒരു ഡ്രമ്മിൽ കൊണ്ടിടണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്തായാലും ഓസ് വരുന്നതാണ്. പിന്നെ നമ്മളെന്തായാലും ഇവിടുത്തെ ഈ ഒരു പൈപ്പില്ലേ, ഓക്കെ, ഈ ഒരു പൈപ്പ് നൈസാണ് നമ്മളെന്തായാലും ഓണാക്കണം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ അകത്ത് എന്തായാലും വെള്ളം നിറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്നതാണ് എന്താണ് സംഭവം എന്ന് പറയണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം ഉണ്ട് ഗൈസ്. ഓക്കെ, അത് ഉറപ്പാണ്. ഓക്കെ, എന്തോ ഒരു സാധനം ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യും. അതെന്തായാലും വരട്ടെ. ഓക്കെ, നമുക്കെന്തായാലും ഇതിൻ്റെ അകത്തൊന്ന് നോക്കാം ഗൈസ്. ഓക്കെ, എന്തോ ഒരു ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ആ സമയം കൊണ്ട് നമുക്കെന്തായാലും ഈ ഒരു കിച്ചൺ മൊത്തത്തിൽ നമുക്ക് അയച്ചെടുക്കാം. ഗിഫ്റ്റ് ഇരിപ്പുണ്ട്, അതെടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ,
ആ സമയം കൊണ്ട് നമുക്ക് മമ്മിയെ ഒന്ന് ഓടിക്കാം കേസ്. ഓക്കെ. മമ്മിയെ ഓടിക്കാനും പറ്റില്ല കേസ്. കാരണം വെച്ചാൽ കേസ് നമ്മുടെ ഓസില്ലേ, ഓസുകളൊക്കെ അവിടെ കിടക്കുകയാണ്. ഓക്കെ. നമുക്ക് ഓസ് എടുത്ത് ഫ്രണ്ടിൽ തിരിച്ചു കൊണ്ടിട്ടോ, അല്ലെങ്കിൽ മമ്മി നമുക്കിട്ട് പണി തരിക കേസ്. ഓക്കെ. എനിക്ക് തോന്നണേ ഇതിൻ്റെ അകത്തൊന്നും ഇല്ലെന്ന് തോന്നണം കേട്ടാ. ഓക്കെ. ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് ഇൻസെക്ട് സ്പ്രേകളൊക്കെയാണ്. യെസ്, നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. മതി കേസ്. ഓക്കെ. നമുക്കിനി പൈപ്പ് തിരിച്ച് അടയ്ക്കാം കേസ്. ഓക്കെ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻസെക്ട് സ്പ്രേ കിട്ടി. കാര്യം നമ്മൾ നോക്കിയത്. ഓക്കെ. നമുക്ക് എന്നിട്ട് പൈപ്പ് ഇവിടെ കൊണ്ട് ഇടാം കേസ്. ഓക്കെ. ഇത് ഇടാനായിട്ട് ഇച്ചിരി പണിയാണ്. ഓക്കെ. ഇതെങ്ങനെയാണ് ഇടണത് എനിക്കറിയണോ കേസ്. ഓക്കെ. ഇത് ഇച്ചിരിക്കാം. ഇവിടെ ഒന്നും ഇടാൻ പറ്റില്ലല്ലേ. തിരിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ. നമുക്ക് എന്തെങ്കിലും ഇൻസെക്ട് സ്പ്രേകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഏകദേശം സാധനങ്ങളായിട്ടുണ്ട്. ഇനി നമുക്ക് നെയിലില്ലേ, ആണിയും വേണം. അതേപോലെ തന്നെ നമുക്ക് 2-3 പല കഷ്ണം വേണം. ഓക്കെ. പിന്നെ നമ്മുടെ സ്ക്രൂ ഡ്രൈവറും വേണം കേസ്. ഓക്കെ. നമുക്ക് അതിനായിട്ട് നമുക്ക് കിച്ചൺ ഫുൾ ഇടുന്ന അരിച്ചു പറയണം. നമ്മുടെ പട്ടിയുടെ അടുത്താണ് സ്ക്രൂ ഡ്രൈവർ കിടക്കണമെന്ന് വെച്ചാൽ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല ഒരു ഫേക്ക് ബെല്ലും കണക്ക് അടിക്കാം കേസ്. ഓക്കെ. ഇത് അടച്ചേക്കാം. ഫേക്ക് ബെല്ല് കണക്ക് അടിക്കാം. അപ്പോൾ മമ്മി എന്തായാലും ഇങ്ങോട്ട് വരും കേസ്. ഓക്കെ. എന്നിട്ട് നമുക്കെന്തായാലും ആ ഒരു കിച്ചണിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു ചിക്കൻ്റെ ഒരു പീസ് കിട്ടുമല്ലോ, അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഓവനിൽ വെച്ച് ചൂടാക്കും. ഇല്ലേ, ഫുള്ളായിട്ട് കിച്ചൺ അടിച്ചു തുറക്കാം കേസ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. നമ്മൾ കുറച്ച് പേർക്ക് തിന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എടുക്കാം. ഓക്കെ കേസ്. നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി ഒന്നും തന്നെ ഇല്ല കേസ്. നമുക്ക് പെട്ടെന്ന് തന്നെ കേസ് ഈ ഒരു സാധനം എടുത്ത് നമ്മുടെ ഓവനിൽ വയ്ക്കാം. എന്നിട്ട് ഓവൻ അടയ്ക്കുക. എന്നിട്ട് ടൈം സെറ്റ് ചെയ്യുക. പെട്ടെന്ന് മമ്മി പറഞ്ഞതിന് മുമ്പ് നമുക്ക് എടുക്കണം സാധനം. ഓക്കെ. പെട്ടെന്ന്. ഓക്കെ. ആ സമയം അയ്യോടാ പണി കിട്ടിയടാ. അയ്യോ ചാടറാ. അയ്യോ പണി കിട്ടി ഗൈസ്. മമ്മി വന്നേക്കാണ്. നമ്മുടെ സാധനം അവിടെ ഇരിക്കുകയാണ്. നമുക്ക് ഒരു ഫേക്ക് ബെല്ലും കൂടെ അടിക്കാൻ കേസ്, അല്ലാതെ ശരിയാവത്തില്ല. ഒരു മിനിറ്റ് അല്ലെങ്കിൽ പണി കിട്ടും കേസൊക്കെ. നമ്മൾ പക്ഷെ കാണാൻ തന്നതാണ് എനിക്ക് അറിഞ്ഞിടാത്ത കേസൊക്കെ. നമുക്ക് നമ്മുടെ മീറ്റ് എടുക്കാം. യെസ്. ഡോറ് തുറ. ഇതെന്താണ്? മമ്മി എനിക്കിട്ട് പണിയാൻ വേണ്ടിയാണ് ഈ സാധനം നിൽക്കണത്. ഓക്കെ. മമ്മി പോയാ? മമ്മി പോയി ഗൈസ്. ഓക്കെ. ഡോറടച്ച മമ്മി പോയി ഗൈസ്. ഓക്കെ. ഇനി നമുക്ക് എന്തായാലും ആ ഏരിയയിലോട്ട് പോവാം. അതിനുവേണ്ടില്ല, നമുക്ക് നമ്മുടെ ഡാഡി കൂളിൻ്റെ റൂമിൽ കയറി നമുക്ക് എന്തായാലും ആ കോഡ് അടിക്കാണ്ട്. നടുക്ക് ഓറഞ്ച് വരണമല്ലോ. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നത് ഗൈസ്. നടുക്ക് ഓറഞ്ച് അല്ലേ വരണം. ഓക്കെ. ഒരിക്കൽ നോക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ. നമുക്ക് ഡോർ തുറക്കാം. പക്ഷെ എൻ്റെ പൊന്നെ, ഇവിടുത്തെ ലൈറ്റുകൾ ഓഫാക്കിയില്ലേ. ഭാഗ്യം. പെട്ടേനെ നമ്മൾ തുറക്കാം. നമുക്ക് ഇതിൻ്റെ നടുക്കിൽ പച്ച വരണം. അതൊക്കെ മനസ്സിലായി. നടുക്കിൽ പച്ച വരണത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നോക്കിയെടുക്കാം ഗൈസ്. ഓക്കെ. നമുക്കപ്പം നമ്മുടെ റുബിക്സ് ക്യൂബ് നോക്കാം. നടുക്കിൽ പച്ച വരണത് ഇതാണ് ഗൈസ്. നടുക്കിൽ പച്ച വരണമെന്ന് വെച്ചാൽ. ഓക്കെ. ഓറഞ്ച് കളർ ഇത് ശരിയാവത്തില്ല. നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കാം ഗൈസ്. എന്നിട്ട് അവിടെ കൊണ്ടാടി. ഓക്കെ ഗൈസ്. നമ്മളെന്തായാലും ഈ ഒരു കളർ ലോക്കർ നമ്മളങ്ങനെ ഫൈനലി തുറന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. എന്നാലും ഇവിടെ ഇപ്പോൾ ആരും തന്നെ എന്തായാലും ഇല്ല. അത് കാര്യമായി. ഓക്കെ. നമുക്കെന്തായാലും ഈ ലൈറ്റുകളൊക്കെ നൈസർ ഓണാക്കി. ഇടയ്ക്ക് വെച്ചാൽ അവിടെ ഡാഡി കൂളുകളൊക്കെ ഇതിൻ്റെ അകത്ത് കയറുന്നു കേട്ടോ. ഞാൻ പക്ഷേ ഇതിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു. ഇതൊക്കെ ഇത് ഒളിച്ചിരിക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. ഇങ്ങനെ കയറി ഒളിച്ചിരിക്കും. ഓക്കെ. എന്തായാലും കൊള്ളാം ഗൈസ്. ഓക്കെ. എന്തായാലും ഞാൻ എന്തായാലും ഈ ലോക്കുകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഏതാണ് സ്ലീപ്പിംഗ് പില്ല അങ്ങനെ എന്തൊരു സാധനം കിട്ടിയത്, നമ്മുടെ ഉറക്കണ സാധനം. ഓക്കെ. ഇതുകൊണ്ടിപ്പോൾ വലിയ ഉപയോഗമൊന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ. നമുക്കെന്തായാലും ഒന്നും കൂടെ എന്തായാലും ഇതൊക്കെ ഫുള്ളായിട്ടൊന്ന് അരിച്ചുറങ്ങി. നമ്മളിതുവരെ നമ്മുടെ ടോയ്ലറ്റില്ലേ, ടോയ്ലറ്റും തുറന്ന് നോക്കിയിട്ടില്ല. അയ്യോ, ഇവിടുത്തെ ഇതായിട്ട് ആക്കിയിട്ട് ലൈറ്റ് നമ്മൾ ഒരു മാറ്റം പോലും വരുത്താൻ പാടില്ല കേട്ടോ. നമ്മളിതുവരായിട്ടില്ലേ ടോയ്ലറ്റൊന്നും നോക്കിയിട്ടില്ല ഗൈസ്. ഓക്കെ. അത് നോക്കണം. പിന്നെ കിച്ചൺ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ഫുള്ളായിട്ട്. ഓക്കെ. കാനപ്പായിട്ട് ഇതങ്ങ് തുറന്ന് കളയാം. ഓക്കെ. നമുക്കൊരു ബൾബ് വേണം ഗൈസ്. ഓക്കെ. ബൾബ്. ഓക്കെ. ഇത് നമ്മളിത് പട്ടിക്കോട്ട് ഇട്ട് കൊടുക്കണം ഗൈസ്. എന്നാൽ നമുക്ക് എന്തായാലും സാധനം കിട്ടുന്നതാണ്. നമുക്ക് എന്തായാലും ഇത് അണയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും അണക്കാം. ഓക്കെ. നമുക്കില്ല ഇവിടെയൊക്കെ ഫുള്ളായിട്ട് തുറന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോർഷൻ കൊണ്ടൊക്കെ തുറക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇന്നലെ തുറന്ന് നോക്കിയില്ല അതൊക്കെ. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് നോക്കാം. ഇവിടെ മറ്റേ തുടയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അടച്ചിടാം. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ. നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് വേറൊരു പരിപാടി ഉണ്ട് നമ്മുടെ ബാത്റൂമിലൊക്കെ. ഈ സാധനമുണ്ട്. ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഈ സ്ക്രൂ ഊരിയിട്ട് നമുക്കിത് പലകയുടെ ഒരു പീസാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ കോണിയിലും കാര്യങ്ങളൊക്കെ. അത് നമ്മുടെ ഏതാണ് ഇതിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏണിയിലൊക്കെ. ഇവിടെ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും തന്നെ. ഫുഡ് പൊന്നെ എന്തോന്നടേ. ഓക്കെ. ഫ്ലഷ് ചെയ്യാനൊക്കെ പറ്റുമല്ലേ എൻ്റെ പൊന്നെ സീനിക്ക്. സ്ക്രൂ ഡ്രൈവർ എടുത്താലും നമുക്ക് ബൾബ് എടുക്കാൻ പറ്റുമോ ഗൈസ്. ഓക്കെ. എന്തായാലും നമുക്ക് മാറ്റങ്ങൾ വേറെ ഒന്നും തന്നെ വരുത്തുന്നില്ല. ഇതിൻ്റെ അകത്തൊക്കെ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇതിൻ്റെ അകത്തൊന്നുമില്ല ഗൈസ്. ഓക്കെ.
നമുക്കെന്തായാലും ഇതൊക്കെ തുറക്കാൻ പറ്റുമല്ലേ, എന്നാൽ നൈസ് ഗെയിമാണ് കേട്ടാ. ആക്ട് 2 ഒക്കെ ഒരു അടിപൊളി. ഓക്കെ, നമുക്കെന്തായാലും ഇത് എന്തായാലും അണയ്ക്കാം. ഓക്കെ, നമുക്കെന്നിട്ട് നേരെ നമുക്കിപ്പോൾ എവിടെ പോവാം? നമുക്കിപ്പോൾ അല്ല, നേരെ ഇങ്ങോട്ട് പോകാം കേസ്. നമുക്ക് എന്തായാലും നമ്മുടെ പട്ടിക്ക് ചിക്കൻ കൊണ്ടിട്ടിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഏതാണ് ഇത് എടുത്തിട്ട് വരാം കേസ്. ഓക്കെ, നമ്മുടെ പട്ടിക്ക് ചിക്കൻ കൊണ്ടിട്ടിട്ട് നമുക്ക് എന്തായാലും കുറച്ച് 2-3 പല കഷ്ണം എടുത്തിട്ട് വരാം. ഡോഗി ഇതാടാ, മീറ്റ് പിടിടാ, ബോയിൽഡ് മീറ്റ് ഇതാ, കഴി 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 കഴി. ഓ, സ്ക്രൂ ഡ്രൈവർ കിട്ടി. വേറെ ഒന്നുമില്ലല്ലോ ഇവൻ്റെ കൂട്ടിൽ. അടിപൊളി കേസ്. ഓക്കെ, വേറെ ഒന്നും തന്നെയല്ലേ ഇവൻ്റെ കൂട്ടിൽ. ഇവിടെ വല്ലതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഓസല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല കേസ്. ഓക്കെ, ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേസ്. നമുക്ക് ഇനിയും പല കഷ്ണം വേണം കേസ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് പട്ടിക്കൂട്ടി നല്ല പല കഷ്ണങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ? അതെനിക്കറിയണം. ഓക്കെ, എന്തായാലും ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഞാൻ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. ബ്രൂമ് കണക്കാണ്. ഓക്കെ, വെള്ളം വീണ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഈ ഏരിയയൊക്കെ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കാറിൻ്റെ ഡിക്കി നമ്മൾ ഓൾറെഡി തുറന്നതാണ്. ഓക്കെ, നമുക്കിനി നെയിൽ വേണം കേസ്. നെയിൽ. ഓക്കെ, ആണി വേണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം കേസ്. ഓക്കെ, നമുക്കെന്തായാലും സ്പീഡിൽ നടന്നെന്തായാലും പോവാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചാൽ കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. ഓക്കെ, ചടിക്കേറ്. ഇവിടെ വല്ലതും കിട്ടുമോ? അവിടെ ചിലപ്പോൾ നമ്മുടെ തടിക്കഷ്ണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടാ. നമുക്കെന്തായാലും നോക്കി നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഇപ്പം എന്തായാലും ബാത്റൂമിൻ്റെ അകത്ത് കയറാം. ലൈറ്റ് ഇടും. ഓക്കെ, ലൈറ്റ് ഇടാം, ലൈറ്റ് ഇടും. നമുക്കില്ല സ്ക്രൂ ഡ്രൈവർ എടുക്കാം. എന്നിട്ട് ഈ ഒരു സാധനങ്ങളെല്ലാം തുറക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് ഈ വെൻ്റൊക്കെ എടുത്ത് മാറ്റാം. യെസ് ഗൈസ്, ബൾബ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലൈറ്റ് ഇടാം ഗൈസ്. ഓക്കെ, അയ്യോ, ലൈറ്റ് ഇടാം. ഓക്കെ, ഡോർ തുറക്കാം. യെസ്, ലൈറ്റ് ഇട്ടൊക്കെ എല്ലാം അവിടെ ഇവിടെ ആയിട്ട് കൂരി വെച്ചേക്കാണ്. ഓക്കെ, ഇവിടെ നിന്ന് വല്ലതും കിട്ടും. ഓ, ഫോൺ ചെക്ക് ചെയ്യാൻ പോവാണ് അങ്ങേര്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് വെച്ചാൽ നമുക്കിത് തുറക്കാം. ഓക്കെ ഗൈസ്, ഇതിൻ്റെ അകത്തൊന്നും ഒന്നും കിട്ടിയില്ല, ബാറ്ററി മാത്രമേ കിട്ടുള്ളൂ. അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അത് മറ്റേ എസ്കേപ്പിനാണ്. ഓക്കെ, നമുക്കിവിടെയൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, നമുക്കിവിടെ നിന്ന് ആണി കിട്ടിയിട്ടുണ്ട് കേട്ടാ. ആണി കിട്ടിയിട്ടുണ്ട്. ആണി നല്ലൊരു ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. ഓക്കെ, പല കഷ്ണം ഇല്ലല്ലോ ഒരിടത്തും, അത് ഇച്ചിരി സീനാണ്. ഓക്കെ, പല കഷ്ണം വേണം നമുക്ക്. നമുക്കിത് തുറക്കാൻ പറ്റുമോ? ഓപ്പണാക്കാൻ പറ്റില്ലല്ലേ? ഇല്ല ഗൈസ്. ഓക്കെ, പല കഷ്ണം ഇവിടെ ഉണ്ട്. ഓക്കെ, പല കഷ്ണം ഞാൻ നോക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, പല കഷ്ണം വേറെ ഒരിടത്തായിരിക്കും ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ അരിച്ചിറക്കിയിട്ടുണ്ട്. ഇവിടെ മറ്റേ റാഡി അരിപ്പുണ്ട്, ഇതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഫുള്ള് ഹാഡാണ് കേസ്. ഓക്കെ, നമുക്കപ്പോൾ ഇല്ല കേസ്. ഈ ഒരു മോപ്പിൻ്റെ ഈ ഒരു പീസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കാനുണ്ട്. നമുക്ക് വന്നിട്ട് നമുക്ക് എന്തായാലും അമ്മച്ചി എന്തായാലും ഒന്ന് പറഞ്ഞിടാം കേസ്. ഓക്കെ, നമുക്കില്ല ആദ്യം നമ്മുടെ മോപ്പിൻ്റെ അടിയിലുള്ള സാധനം ഊരി എടുക്കാം കേസ്. ഓക്കെ, മോപ്പ് എടുക്കുക. ഇതിൻ്റെ അടിയിലത്തെ ഈ ഒരു സാധനം കണ്ട് ഇത് നമുക്ക് നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവറായിട്ട് ഊരി എടുക്കാം കേസ്. ഓക്കെ, നമുക്ക് ഈ സാധനം ഊരി എടുക്കാം. ഇതവിടെ വേ താഴെ. ഓക്കെ, ഇത് നോക്കുന്നാലും മറ്റേതായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ലൈറ്റ് അണയ്ക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടെ അമ്മയല്ല അമ്മയെ നോക്കുന്നാലും പറഞ്ഞുവിടാം. ഓക്കെ, എൻ്റെ പോന്നെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് കേസ്. ഓക്കെ, നമ്മൾ 7-8 പ്രാവശ്യമായിട്ട് പറഞ്ഞു വിടാണ്. ഓക്കെ, ഓക്കെ കേസ്, നമുക്ക് അവിടെ അടുത്ത തടിക്കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഇവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. സ്ക്രൂ ഡ്രൈവർ എവിടെ കൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, നമുക്കെന്നാലും ചാടി ഇറങ്ങാം കേസ്. ഓക്കെ, അമ്മ എങ്ങനെ ഈ സമയത്ത് ഉണ്ടെങ്കിൽ പണി കിട്ടി കേസ്. ഓക്കെ, അമ്മ എങ്ങനെ അവിടെ ഉണ്ടാവും നോക്കട്ട്. അമ്മ പോയി ഇത്ര പെട്ടെന്ന് പോയാ? അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് കേസ്. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം കേസ് മുകളിലെത്താറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിവിടെ വയ്ക്കാം. നെയ്യിൽ വയ്ക്കുന്നു. ഇതിപ്പോൾ എവിടെ വയ്ക്കേണ്ട? ഇതിവിടെ വയ്ക്കണ്ടേന്ന് അറിഞ്ഞു കേട്ടോ. ഓക്കെ, ഇതിവിടെ വെച്ച് ഇനി നമുക്ക് സാധനത്തിലോട്ട് നമുക്ക് നേരെ കയറാൻ കഴിയും. ഓക്കെ, കയറണം. ഞങ്ങൾ ആണി അടിക്കണം അല്ലേ? അടി ആണി അടിച്ചിട്ടുണ്ട്. ഇനി കയറാൻ പറ്റുമോ? എന്താ ഇനിയും കയറാൻ പറ്റാത്ത? ഇതിലൊക്കെ ആണി അടിക്കണം നമ്മൾ. എല്ലാത്തിലും ആണി അടിക്കണം അല്ലേ? ഹാമർ എടുക്കുക. ആണി അടിച്ചില്ലെങ്കിൽ നമ്മൾ ഇടിച്ച് വീഴുന്നത്. അതാണ് ഗെയിം പറയണത്. ഓക്കെ,
ഇവിടെ അണിയിക്കണോ? അവിടെ അണിയിച്ച് ഇവിടെ വെച്ച് ഇനി നമുക്ക് കയറാൻ പറ്റുമോ? ഇനി നമുക്ക് ഇവിടെ വരണം വയ്ക്കണം അല്ലേ? ഓക്കെ, ഇവിടെ അണിയടിക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ റൂഫ് ടോപ്പ് എസ്കേപ്പ് അങ്ങനെ ചെയ്യാനായിട്ട് പോവുകയാണ് ഗൈസ്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെത്താനെ സാധനം ആവുമല്ലേ? കയറിപ്പോവാം. എന്നിട്ട് നമുക്ക് ഈ സാധനം തുറക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ആയിട്ട് അയ്യോ കയറി ഇവിടെയൊക്കെ എന്താണ് ശരിക്കെന്താ കയറാൻ പറ്റാത്ത? ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ കയറിയിട്ടുണ്ട്. ഭയങ്കര ഇരുട്ടാണ്. ഓക്കെ, ഇവിടെ ആയിട്ട് എന്തായാലും കുറേ ഇൻസെക്റ്റ് കണക്ക് കിടക്കും ഗൈസ്. ഓക്കെ, അതിൻ്റെ ഇടയിലായിട്ടൊരു ക്രൗബാർ കണക്കാണ് യെസ് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇൻസെക്റ്റ് സ്പ്രേ എന്നാലും ഇവിടെ അടിക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് ഇൻസെക്റ്റ് സ്പ്രേ കണക്ക് അടിക്കാം. ഇതെന്താണ്? ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഇൻസെക്റ്റ് സ്പ്രേ കണക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ക്രൗബാർ എടുക്കണമെങ്കിൽ ക്രൗബാറൊന്നും എനിക്ക് എടുക്കാൻ പറ്റാത്ത. ഓക്കെ, ക്രൗബാർ എടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് ബോക്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇതെന്താണ്? ഓക്കെ, ഇവിടെ ഒരു ന്യൂസ് പേപ്പർ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വേറെയും കുറേ എസ്കേപ്പുകളെല്ലാം കാണുമായിരിക്കും. ഓക്കെ, എന്തായാലും ഇനി ഇതിന് എസ്കേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് കണക്ക് ചെയ്യുക കേട്ടോ. ഇനി ഇതിന് എസ്കേപ്പ് ഉണ്ടാകുമോ അതെനിക്ക് ഇറങ്ങണം. ഓക്കെ, നമുക്കെന്തായാലും നമ്മളങ്ങനെ ഫയൽ നമ്മളങ്ങനെ നമ്മുടെ റൂഫ് ടോപ്പ് എസ്കേപ്പ് കണക്ക് ഫയൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതൊക്കെ ഇവിടെ ആയിട്ട് എന്തായാലും ഈ സാധനം ഇളക്കാം ഗൈസ്. ഓക്കെ, യെസ് ഗായ്സ്, നമ്മളങ്ങനെ ഫൈനലി എസ്കേപ്പ് ആവാനായിട്ട് പോവുകയാണ്. ഓക്കെ, അതിന് മുമ്പായിട്ടില്ലേ നമുക്ക് കുറച്ച് ഇനി ഇറങ്ങാൻ പറ്റുമോ? ഇനി ഇറങ്ങാനൊക്കെ പറ്റുമല്ലേ? നമുക്കതിന് മുമ്പായിട്ടൊരു കാര്യം ചെയ്യണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഡാഡിക്കിട്ട് ചെറിയ പണിയെടുക്കണം ഗൈസ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ കളിയിൽ അയാൾ നമ്മൾ അടിച്ച് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അയാൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം ഗൈസ്, കൂടെ മമ്മിക്കും കൂടെ. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ PC എടുക്കുക. PC എടുത്തിട്ട് അയാൾക്കൊരു മെയിൽ അയക്കാം ഗൈസ്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അയാൾക്ക് നമുക്ക് ഈ സ്ലീപ്പിംഗ് പിന്നും കൂടെ കൊടുത്തിട്ട് എന്തെല്ലാം പോകാം ഗൈസ്. ഓക്കെ, അയാൾ നമ്മുടെ ആദ്യത്തെ കളി നമ്മൾ അടിച്ചാണ് ഗൈസ്. ഓക്കെ, അയാൾ നമുക്ക് നൈസായിട്ട് ബോധം കെടുത്താം ഗൈസ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഈ സാധനം ഇതിലൊഴി. ഓക്കെ ഗൈസ്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അയാൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടോളൂ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഓക്കെ, അപ്പോൾ ശരി മമ്മി ഡാഡി, ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോണേ. ഇതിലേക്കൂടെ പോവാം ഗൈസ്. ഓക്കെ, ഇതാ നമ്മളിവിടെ നിന്ന് ചെക്ക് ചെയ്തില്ല കേട്ടോ, നമ്മൾ ഡയറക്റ്റ് അങ്ങ് പോവുകയാണ്. ഓക്കെ, ഫൈനലി നമ്മളങ്ങനെ ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇതെന്താണ് ഇത് വഴി കയറാൻ പറ്റാത്ത? ഇതാണ്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളങ്ങനെ എസ്കേപ്പ് ആവാനായിട്ട് പോവുകയാണ്. ഒരൊറ്റ ചാട്ടം ചാടിയാൽ മതി. യെസ്, എസ്കേപ്പ്. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി എസ്കേപ്പ് ആയേക്കാണ്. നമ്മളങ്ങനെ എസ്കേപ്പ് ആയേക്കാണ്. മമ്മി ഡാഡിയൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഗൈസ് നമ്മുടെ ഈ ഒരു ഗെയിമിലുള്ള നമ്മുടെ റൂഫ് ടോപ്പ് എസ്കേപ്പ് കൂടെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയേക്കാണ്. ഓക്കെ, ഏകദേശം 23 മിനിറ്റ് എടുത്ത് ഗൈസ് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു ഗെയിമിലുള്ള റൂഫ് ടോപ്പ് എസ്കേപ്പ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി എസ്കേപ്പ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ന്യൂസ് പേപ്പറും കുറേ എക്സ്ട്രാ സാധനം ഇരുന്നുണ്ട്. ഓക്കെ, എനിക്കറിഞ്ഞൂടെ ഇനി എസ്കേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് കണക്ക് ചെയ്യും. ഇതിൻ്റെ Act 2 Act 3 ഒക്കെ ഉണ്ട്, നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. അത് പക്ഷേ റിലീസായിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഞാൻ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ടൈം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ ടൈം വീണ്ടും വരുന്നതാണ്. നമ്മുടെ സെക്കൻഡ് ചാനലും മെയിൻ ചാനലും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യാം. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.